മാറണം എന്ന് എല്ലാ ജനങ്ങളുടെ അടുത്തും UDF പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറഞ്ഞു. ഇത് 10 വർഷം അവർ ഭരിച്ചില്ലേ, ഒരു 5 വർഷം ഞങ്ങൾക്ക് തരും. ഇത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നവരാണല്ലോ. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞ് പിഷാരടി ജയിച്ചിരിക്കുകയാണ്. ഈ ജയിച്ചതിൽ പിഷാരയുടെ വിജയത്തിൽ ചേട്ടൻ ഹാപ്പിയാണ്? അതാ അതാണ് ചോദ്യം. കുഴപ്പമില്ല, ചേട്ടൻ വിചാരിച്ചു ഞാൻ പിഷാരടി ജയിക്കുന്നു. പിഷാരടി എന്തായാലും ജയിക്കുന്ന കാര്യമൊക്കെ ഉറപ്പായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. ഏത് MLA സ്ഥാനം എന്താണ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത്, അതോ വല്ല മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, അതൊക്കെ പാർട്ടി തീരുമാനിച്ചോട്ടെ. നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായമില്ല. വേറെ കാര്യം ചോദിക്കുകയെങ്കിൽ ഇപ്പൊ ഭയങ്കര ദാരുണമായ പരാജയമാണ് LDF വന്നിട്ടില്ല. പിണറായി വിജയന്റെ സർക്കാർ താഴെ വീണു. ഈ ദാരുണമായ പരാജയം ചേട്ടൻ എന്താണ് പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു? ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല, സംഭവിച്ചു പോയി. LDF അനുഭാവിയാണ്. LDF അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് എല്ലാ മന്ത്രിമാരും താഴെ വീണ്. പിണറായി ഒഴികെ എല്ലാ പ്രമുഖന്മാരായ മന്ത്രിമാര് താഴെ. അല്ല പറയാനുള്ളത് ഇപ്പോഴത്തെ ഭരണം മാറിയത് എന്തുകൊണ്ട് പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് UDF പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണമാറ്റം വേണം. ഇതുവരെ 10 കൊല്ലം അവർ ഭരിച്ചില്ലേ, ഇപ്പോൾ ഒരു മാറ്റം വേണ്ടേ. ഇനി ഇവർ വന്നാൽ പെൻഷനും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അത് അതായത് UDF ഗവൺമെന്റ് എന്താണ് ഇപ്പൊ ഈ ഭരണ പെൻഷൻ കൊടുക്കില്ല എന്നാണ്. 600 റുപ്യ പെൻഷൻ 18 മാസം പെൻഡിങ് ആക്കിയവരാണ് UDF സർക്കാർ. ഇപ്പം ഈ ഇന്ദിരാഗാന്ധി 25 ലക്ഷം റുപ്യ ഇൻഷുറൻസ് പറയില്ല, 10 വീട്ടിൽ തയ്ച്ചു കൊടുക്കാൻ പറ്റില്ല ഇവരെ കൊണ്ട്. അതേമാതിരി KSRTCയിൽ പെണ്ണുങ്ങൾക്ക് ഫ്രീ സൗജന്യ യാത്ര പറഞ്ഞില്ല, ഏതുവരെ ഇവർ കിലോമീറ്റർ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കയറുമ്പോൾ തിരുവനന്തപുരത്ത് പോവുകയാണെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ഫ്രീ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ KSRTC എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ഈ 5 വർഷം പരാജയമായിരിക്കും എന്നാണ് പറയുന്നത്. 5 വർഷം തീർച്ചയായിട്ടും പരാജയമായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ പുറമെ ഇപ്പോൾ ഈ ജയിച്ചു എന്നുള്ള ആഹ്ലാദ പ്രകടനത്തിൻ്റെ മുകളിൽ ഒരുപാട് പാർട്ടി ഓഫീസുകളും മന്ത്രിമാരുടെ നേർക്കും കുപ്പിയേറും കാറ് നശിപ്പിക്കലൊക്കെ നടത്തി. അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പാലക്കാട് നിന്നാണ്, കേരളത്തിൽ. അതെന്താണ് സംഭവം പറഞ്ഞാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ലീഗിൻ്റെ ഒരു അനുഭാവി 17 വയസ്സായ ഒരു ചെക്കനാണ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമായ നിലപാടിൽ എടുക്കണമെന്ന് ഞങ്ങൾ LDFകാർ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇനി അതിന് നടപടി എടുത്തില്ലെങ്കിൽ അല്ല ഞാൻ ചോദിക്കണില്ലേ, പിഷാരടിയുടെ വിജയാഘോഷ ജാഥയിൽ വന്നിട്ട് LDF വേർത്തവരാണ് ആദ്യം എറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലല്ല, ഇന്നത്തെ പേപ്പറിൽ നോക്കിയാൽ കാണാം, അതിൽ പിടിച്ചിട്ടുണ്ട്. പറക്കുന്ന ലീഗിൻ്റെ ഒരു പ്രവർത്തകനെ, 17 വയസ്സുള്ള ഒരു ചെക്കനെ, അവനെ യൂബിലി ഹോമിലേക്ക് കൊണ്ടും പോയിട്ടുണ്ട്. മനസ്സിലായോ? LDF ഒരിക്കലും അവർ വിജയിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പറഞ്ഞ് മനസ്സിലായ? ഇപ്പം കൽപ്പിച്ച് കൂട്ടി എന്തോ ജനം മാറ്റിക്കുത്തിയത് കൊണ്ട് ഒരു ഇത് അഹങ്കാരം പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ഇതിൻ്റെ നേരെയും കാണിച്ചു എന്ന് മാത്രം. അല്ല ഇപ്പോഴത്തെ ഈ UDFന്റെ വിജയം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധതയാണ്. പിണറായിയോടുള്ള കടുത്ത എന്താണ് ദേഷ്യം കൊണ്ടാണ് UDFകാർ ജയിച്ചത്, അല്ലെങ്കിൽ അവരെ ജയിക്കാൻ വിട്ടതെന്ന് പറയുന്നതല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞത്. കാരണം ഭരണം മാറണം എന്ന് എല്ലാ ജനങ്ങളുടെ അടുത്തും UDF പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറഞ്ഞു. ഇത് 10 വർഷം അവർ ഭരിച്ചില്ലേ, ഒരു 5 വർഷം ഞങ്ങൾക്ക് തരും. ഇത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നവരാണല്ലോ UDFകാർ. അതിന്റെ ഇത് ജനങ്ങൾ പറഞ്ഞതൊക്കെ കൊണ്ടുവന്ന് കാണിക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. UDF ഗവൺമെന്റ് 5 വർഷം എങ്ങനെ ഉണ്ടാവും ചേട്ടന്റെ പ്രതീക്ഷ? തന്നെയാണല്ലോ ഞാൻ ആ ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവര് ഭരിച്ച് പ്രകടന പത്രത്തിൽ പറഞ്ഞതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. വിശ്വസിക്കുന്നുണ്ടോ എന്താണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടക്കുന്നൊക്കെ? എല്ലാത്തിനും ഒരൊറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞില്ലേ സുഹൃത്തെ, അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കട്ടെ. ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല. അവർ ചെയ്ത് കാണിക്കട്ടെ, ചെയ്ത് കാണിച്ചാൽ അവർ വീണ്ടും ഭരിക്കും, അല്ലെങ്കിലോ വീണ്ടും അടുത്ത തവണ LDF. ചേട്ടന്റെ വിചാരം എങ്ങനെ? ഒരു രാഷ്ട്രീയ വിചാരം പറയാം. നമ്മൾ രാഷ്ട്രീയ അനുഭവമാണെങ്കിൽ തീവ്ര രാഷ്ട്രീയക്കാരനല്ല, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യം പറയണം. ഇങ്ങനെ KSRTCയിൽ സൗജന്യ യാത്ര നടക്കും വിചാരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാം പോട്ടെ. അവരിവിടെ നടത്തി കാണിക്കട്ടെ, അതാണ് ഞാൻ പറയുന്നത്. നടക്കുന്നുള്ളതല്ല, അവർ നടത്തി കാണിക്കണം, എങ്കിലേ അവരുടെ പവർ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തമ്മിലടി തുടങ്ങിയില്ലേ?